ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛനും അമ്മയും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് തർക്കിച്ചിട്ട് എന്താ കാര്യം? ഇതിലൊരു കാര്യം തീരുമാനം എടുക്കേണ്ടത് അനിരുദ്ധാണ്. അമ്മ പറഞ്ഞതുപോലെ തന്നെ അനിരുദ്ധിന്റെ താല്പര്യം തന്നെ നടക്കട്ടെ എന്ന് അനന്യ അവിടെ നിന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുന്നേറ്റ് പോയി. അപ്പൊ പ്രേമയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. വിശ്വനാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഈ സമയം പിന്നെ കാണിക്കുന്ന സുമിത്രയുടെ വീട്ടിലെ കാര്യങ്ങളാ. എന്റെ വീട്ടിലെ മോൻ വന്ന് കയറിയപ്പോ തൊട്ട് തുടങ്ങിയതാണെന്ന് പറഞ്ഞു സരസ്വതി അമ്മ. എന്താ ഇവൻ നിന്നെ ചെയ്തത്? നീ പറ. അവൻ ഇവിടെ നിന്ന് പോകുന്നില്ല, നീ എന്ത് ചെയ്യൂന്ന് ചോദിച്ചു. അപ്പൊ അതിന് ഞാൻ എന്താ പറഞ്ഞു അങ്കിളിനോടെന്ന് പൂജ ചോദിച്ചു. നീ ന്യായീകരിക്കണ്ട, നീ എന്തു പറഞ്ഞു, എന്താണ് പറഞ്ഞതെന്നൊക്കെ എനിക്ക് നല്ലതുപോലെ മനസ്സിലായെന്ന് പറഞ്ഞപ്പോ അമ്മ ഒന്ന് നിർത്താൻ പറഞ്ഞു സിധു. അമ്മ എന്തീ കാണിക്കുന്നത്? അവളൊന്നും എന്നോട് നീ ഇതിൽ ഇടപെടേണ്ട സിധു. ദേ ഇവൾ ആരാണെന്നേ നിനക്ക് മനസ്സിലായിട്ടില്ല. ദേ അമ്മയെന്നും പറഞ്ഞ് ഇവളെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. വീട് ഭരിക്കുന്നതേ ഇവളാണെന്നൊക്കെ പറയുമ്പോ പൂജ ഇങ്ങനെ നോക്കുവാട്ടോ. അപ്പോ അമ്മേ, ദേ അമ്മയാണിപ്പോ വീട് ഭരിക്കുന്നതെന്ന് സുമിത്ര പറഞ്ഞു. സിദ്ധാർത്ഥ് വന്നതോടെ അമ്മ പഴയ അമ്മയായെന്നുള്ള കാര്യം സുമിത്ര പറയുക. അന്നേരത്തേക്ക് ഇവരിങ്ങനെ നോക്കോ സരസ്വതിയുടെ വായ അടഞ്ഞു. ഇത്രയും കാലം നിങ്ങളെ സംരക്ഷിച്ച പൂജയൊക്കെ ആരും അല്ലാതായി നിങ്ങൾക്ക്. എന്നെ സംരക്ഷിച്ചത് ഇവളാണോ? കരഞ്ഞുകൊണ്ട് അഭയം തരണമെന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടേക്ക് വന്നപ്പോ ഇവൾ മറിച്ചൊരഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ അമ്മ ഇന്ന് ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് സുമിത്ര പറയുവാണ്. അപ്പൊ സരസ്വതി ഇങ്ങനെ ചമ്മി ഇങ്ങനെ നിൽക്കുക കേട്ടോ, ഒന്നും മിണ്ടാതെ. അപ്പോ മകൻ വന്നപ്പോ അച്ചമ്മയ്ക്ക് മറ്റാരെയും വേറെണ്ടാതായോ എന്ന് ചോദിച്ചു. ഞാൻ നിങ്ങളെ ആരെയും ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ ഈ പൂജയല്ലേ പറഞ്ഞതെന്ന് സരസ്വതി അമ്മ അന്നേരം അവിടെ നിന്ന് പറയാ. അന്നേരം പങ്കജ് അങ്ങോട്ടേക്ക് വന്നു. അവളെ എന്തെങ്കിലും പറഞ്ഞാൽ ചോദിക്കാൻ ആരും ഇല്ലെന്നുള്ള വിശ്വാസത്തിലാണോ നിങ്ങൾ അവളെ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് പങ്കജിന്റെ രംഗപ്രവേശനം. എന്തായാലും സെറ്റപ്പായി കാര്യങ്ങൾ. പങ്കജ് വന്നത് നോക്കി പൂജ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുവാട്ടോ. ഇത് എന്താ സംഭവം ഓർത്തിട്ട്. ഓ സാരഥി വന്നല്ലോ, നീ ചോദിക്കാനും പറയാനും വന്നതാണോടാ എന്ന് പങ്കജിനോട് സരസ്വതി അമ്മ. അങ്ങനെ കരുതുന്നെങ്കിൽ നിങ്ങൾ അങ്ങ് കരുതിക്കോളാൻ പറഞ്ഞു ഈ പങ്കജ്. ഇതെന്റെ അങ്കിളിന്റെ മകളാ, അക്കാര്യം എന്തായാലും നിങ്ങൾ മറന്നിട്ടൊന്നുമില്ലല്ലോ. പൂജയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. പൂജ ഇങ്ങനെ നോക്കുവാട്ടോ. എങ്കിലും നീ കൂടെ കൂട്ടിക്കൊണ്ട് പോടാ, എന്തിനാ വെറുതെ ഇവിടെ നിർത്തുന്നത്, ഞങ്ങളുടെ സമയം കളയാനായിട്ടെന്നൊക്കെ പറഞ്ഞു സരസ്വതി അമ്മയെ. ഇവള് ഞങ്ങളുടെ ആരുമല്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് സരസ്വതി അമ്മ ചോദിക്കുന്നു. പൂജ നേരത്തേക്കും കരയുക. സുമിത്ര ഞെട്ടി നിൽക്കുന്നു. ബന്ധുവാണെങ്കിൽ പോടാ എടുത്തോണ്ട് എന്നൊക്കെ സരസ്വതി അമ്മ പറയണു. പൂജ നിന്ന് വാവിട്ട് കരയുമ്പം അമ്മേ, ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞതാണ് എന്റെ കുഞ്ഞിനെ വേദനിപ്പിക്കുന്ന സംസാരം ഇവിടെ വേണ്ട എന്ന്. അപ്പൊ പറയട്ടെ അമ്മയെന്ന് പൂജ സുമിത്രയോട് പറയാ. അച്ഛമ്മ പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോ അമ്മ എന്ത് ഇങ്ങനെയെന്ന് സിദ്ധുവും ചോദിച്ചു. ഞാൻ ഇങ്ങനെ തന്നെയാടാ, പണ്ടേ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാ, എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോ അറിയാം, പണ്ടേ ഇങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന പങ്കജ്. അത് സുമിത്രാന്റെ അടുത്ത് ചെലവാകും, പക്ഷെ പൂജയുടെ അടുത്ത് നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. കാരണം ഇവൾ നിങ്ങളുടെ ആരും അല്ല. അത് തന്നെയാ ഞാനും പറയുന്നതെന്ന് സരസ്വതി അമ്മ പറഞ്ഞു. പൂജ അവിടെ നിന്ന് ഇങ്ങനെ കരയണു. ഇവൾ ഞങ്ങളുടെ ആരും അല്ല എന്ന്. അപ്പൊ പങ്കജ് ഇതൊക്കെ ആസ്വദിച്ച് നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുക. സുമിത്രയും ഇവളുടെ ആരും അല്ല എന്ന് പറയുമ്പോഴേക്കും സുമിത്ര നിന്ന് ഇങ്ങനെ രക്തം തിളയ്ക്കുന്നുണ്ട്. ഇവളുടെ അച്ഛൻ മരിച്ചതിനാൽ നിനക്ക് ഇവളെ കൊണ്ടുപോകാം, ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അമ്മേ നിർത്താൻ പറഞ്ഞു സുമിത്ര. എന്റെ എല്ലാമാണ് ഇവളെ അമ്മ ഇനി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഇവള് കഴിഞ്ഞിട്ടേ എനിക്ക് ആരും ഉള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ സുമിത്ര പറയാം. ഞാൻ പ്രസവിച്ച എന്റെ മക്കള് പോലും എനിക്ക് ഉള്ളൂ എന്നൊക്കെ പറയണു. ഇതൊക്കെ കേട്ടിങ്ങനെ ശീതളിന്റെ നേരെ സരസ്വതി അമ്മ നോക്കുന്നു. ഈ സമയത്ത് പങ്കജ് പൂജ നീ വാ എന്ന് പറഞ്ഞു വിളിക്കുന്നു. ഇവിടെ നിന്റെ ആരും ഇല്ലാന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ നീ ഇവിടെ നിൽക്കുന്നത്? നീ എന്റെ കൂടെ വരാൻ പറഞ്ഞു. നീ എന്റെ കൂടെ വന്നേ പറ്റുമെന്ന് പങ്കജ് പറയുവാണ്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞു പങ്കജ് വിളിക്കുന്നു. പൂജ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പൂജയ്ക്ക് എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ല. അപ്പൊ സുമിത്ര വേഗം പൂജയുടെ അടുത്തേക്ക് ചെന്നിട്ട് പങ്കജിനോട് പങ്കജ് ദേ നീ ചെല്ലാൻ പറഞ്ഞു, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ തീർത്തോളാമെന്ന് സുമിത്ര പറയുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പൂജ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ സരസ്വതി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുഖവും വല്ലാതാക്കി വലിച്ചു ഏറ്റുപിടിച്ച് നിൽക്കുന്നു കേട്ടോ. ആ സമയത്ത് പൂജയ്ക്ക് എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ല. അപ്പോഴേക്കും പങ്കജ് പൂജയുടെ കയ്യിൽ പിടിച്ചു. അങ്ങനെ പങ്കജ് പൂജയെ അവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകുവാണ്. വരാനാ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് പൂജയെ വിളിച്ചു. അപ്പോ മോള് പോകരുതെന്ന് പറയുമ്പോ ഇല്ലമ്മേ, ഇത്രയും കുറ്റപ്പെടുത്തലുകൾ കേട്ട് എന്നെ ഇവിടെ നിൽക്കാൻ അമ്മ നിർബന്ധിക്കരുത്, അതിന് അർത്ഥമില്ല എന്ന് പറയുവാണ്. അപ്പോഴത്തേക്ക് സരസ്വതിക്ക് സന്തോഷമായി. ഇനിയും അപമാനം സഹിക്കാൻ എനിക്ക് വയ്യമ്മയെന്ന് പൂജ പറയുന്നു. അതൊക്കെ കേട്ട് ഇങ്ങനെ സുമിത്രയും ആകെ ഞെട്ടിപ്പോയിട്ടോ. ഇവർക്കൊന്നും ഞാൻ ആരുമല്ലല്ലോ, അങ്ങനെയുള്ളപ്പോ ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, ഞാൻ ഇറങ്ങാമേന്ന് പറഞ്ഞു. മോളെ നീ എന്തൊക്കെയാ പറയുന്നതെന്ന് സുമിത്ര നേരം ചോദിച്ചു. ഇറങ്ങാനോ? എങ്ങോട്ട്? നിനക്ക് എന്താ?
അവരാരും നിനക്ക് ആരുമല്ലായിരിക്കാം. അമ്മ ഇവിടെയില്ലേ മോളെ എന്ന് സുമിത്ര ചോദിച്ചപ്പോ, അമ്മേ സമയമാകുമ്പോ ഞാൻ അമ്മയ്ക്കരികിലേക്ക് തന്നെ വരുമെന്ന് നമ്മുടെ പൂജ പറയണു. ഇപ്പൊ ഞാൻ ഇറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞ് പൂജ പോവുകയാണെ. സുമിത്ര ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുന്നു. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് പൂജ പടി ഇറങ്ങി പോകുന്നു. സുമിത്രയാണെ ഭാവിട്ട് കരയാം. എന്റെ മോളെന്നും പറഞ്ഞിട്ട് സുമിത്ര ഭയങ്കര കരച്ചില്. അങ്ങനെ കരഞ്ഞു നിൽക്കുമ്പോൾ ശീതളാണെങ്കിൽ അമ്മയെ സമാധാനിപ്പിക്കുക. അമ്മ വിഷമിക്കില്ല, അവൾ എങ്ങും പോകില്ല, അമ്മയെ വിട്ട് അവൾ എവിടെ പോകാൻ, അവൾ വരും, അമ്മ കരയല്ലേ എന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ശീതള സുമിത്രയെ അകത്തേക്ക് കൊണ്ടുപോയി. ഈ സമയം സിദ്ധു അമ്മ ഇത് എന്തു ഭാവിച്ചാണെന്ന് ചോദിച്ചു. അപ്പോ സ്വന്തം സന്തോഷത്തോടെ കഴിഞ്ഞവരല്ലേ അവര്, എന്തിനാ അവരെ രണ്ടു വഴിക്ക് ആക്കിയതെന്ന് ചോദിച്ചപ്പോ തിരിച്ചു അമ്മ. എന്നിട്ട് അമ്മ എന്താ നേടിയത് എന്താണെന്നേ നീ പിന്നീട് മനസ്സിലാക്കിക്കോളുമെന്ന് അമ്മ മോഹനോട് പറയുന്നു. അവൾ ഇവിടെ ഉള്ളിടത്തോളം കാലം സുമിത്ര നീയുമായിട്ട് അടുക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല. സന്തോഷിക്കടാ, അവള് പോയതിൽ നീ സന്തോഷിക്കടാ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നമ്മുടെ സിദ്ധു ഇങ്ങനെ വല്ലാത്തൊരിതിൽ ഇങ്ങനെ ഇരിക്കുന്നു. എന്തായാലും സിദ്ധു വളരെ ഹാപ്പി ആയി. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ വരികയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ സുമിത്ര ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. സുമിത്ര അവിടെ ഇരിക്കുന്ന സമയത്ത് അതേ ആകെ സങ്കടമാണ്. അപ്പോഴേക്കും പൂജയുടെ കാര്യം പറഞ്ഞ് അങ്ങോട്ടേക്ക് നമ്മുടെ ശീതൾ വന്നു. അവളിപ്പോ പോയതോർത്ത് അമ്മ വിഷമിക്കൊന്നും വേണ്ട, അവൾ മനസ്സിന്റെ ഒരു സങ്കടം കൊണ്ട് പോയെന്നേ ഉള്ളൂ, അവൾ അമ്മയ്ക്ക് അരികിലേക്ക് തന്നെ വരൂ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പൊ വരുമായിരിക്കും അല്ലെ മോളെ എന്നിങ്ങനെ പറഞ്ഞു സുമിത്ര. പക്ഷെ അവളോട് അമ്മ പറഞ്ഞ വാക്കുകൾ അത് അവളെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം മോളെ എന്നുള്ള കാര്യം സുമിത്ര ശീതളിനോട് പറയുക. അത് അവൾ നമ്മളോട് പറയാത്തതാ. ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ലെന്നും സുമിത്ര പറഞ്ഞു. അപ്പൊ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ അമ്മയ്ക്ക് ഈശ്വരൻ ഒരു കഴിവ് തന്നിട്ടുണ്ടല്ലോ, പിന്നെന്താ എൻ്റെ അമ്മ ആ കഴിവിൽ വിശ്വസിക്കാൻ പറഞ്ഞു. ഈ പ്രശ്നവും എൻ്റെ അമ്മയ്ക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. പൂജയെ ഒന്ന് വിളിക്കണം, കുറച്ച് കഴിയട്ടെ എന്നും ഇങ്ങനെ സുമിത്ര പറയുവാണ് ശീതളിനോട്. അങ്ങനെ ഇരിക്കുമ്പോൾ സരസ്വതിയമ്മ അങ്ങോട്ടേക്ക് വന്നു. ആ നിനക്ക് വിഷമമൊക്കെ കാണുമായിരിക്കും, പക്ഷെ എനിക്ക് അതിൽ പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ അതേ നിങ്ങളെ ഞാൻ അമ്മ വേണ്ടമ്മ എന്ന് പറഞ്ഞ് ശീതള് തടഞ്ഞു. അമ്മ ഇപ്പൊ അകത്തേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ സുമിത്രയെ അവിടെ നിന്ന് കൊണ്ടുപോകുക. ആ സമയത്ത് ദേ അച്ചമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വരുന്നു നമ്മുടെ സ്വരമോളെ കണ്ടപ്പോഴത്തേക്കും സരസ്വതി വലിയ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പൊ സരസ്വതി അമ്മയെ കണ്ടപ്പോ ഇങ്ങനെ നോക്കുക. ഇതാണോ എൻ്റെ അച്ചമ്മ എന്ന് ചോദിച്ചപ്പോൾ ഇത് ഡാഡിയുടെ അച്ചമ്മയാണെന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ കൊച്ചിനോട് അനിരുദ്ധ്. അപ്പോഴേക്കും കൊച്ചിങ്ങനെ നോക്കുക. പിന്നെ ഇത് ഡാഡിയുടെ അനുജത്തി നിന്റെ ശീതൾ ആന്റിയാണെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ ഓരോരുത്തർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ആന്റിയുടെ അടുത്തേക്ക് ആദ്യം ഓടിച്ചെന്നു. പിന്നെ സരസ്വതിയമ്മ കൊച്ചിനെ വിളിച്ചു. സരസ്വതിയമ്മ അടുത്ത് വിളിച്ചിരുത്തുന്നു. അപ്പൊ ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഞാൻ സ്വര, ഇതെന്റെ ഡാഡിയാ എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചിങ്ങനെ പരിചയപ്പെടുന്നേ. അപ്പൊ മനസ്സിലായേ എന്ന് പറഞ്ഞ സ്വരമോൾക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ സരസ്വതിയമ്മ. അപ്പൊ എവിടെ എന്റെ അച്ചമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ സ്വരമോള് പറഞ്ഞു. അന്നേരം അമ്മേ എന്നും പറഞ്ഞത് നമ്മുടെ ശീതൾ വിളിച്ചു. സുമിത്ര അന്നേരത്തേക്ക് ഇറങ്ങി വരൂ. അപ്പൊ അനിരുദ്ധിനെ കണ്ടു വലിയ സന്തോഷമായി. കുറച്ചൊക്കെ നോക്കിയപ്പോ ദേ മോള് നിൽക്കുന്നു. മോളേന്നും പറഞ്ഞ് വിളിച്ചു നോക്കുമ്പോ ദേ നമ്മുടെ സ്വരയെ കണ്ടപ്പോഴത്തേക്ക് സുമിത്ര ഇങ്ങനെ ഞെട്ടി. ഇങ്ങനെ എന്താ പറയാൻ പറ്റാത്ത ഒരവസ്ഥ. സ്വര എന്നും പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും ടീച്ചർ അമ്മേന്ന് വിളിച്ച് ഓടി കൊച്ചടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും ഇവരുടെ ഇത് നോക്കുക കേട്ടോ, ഇവരെന്ത് ഇങ്ങനെ പറഞ്ഞതെന്ന്. അപ്പൊ പെട്ടെന്ന് ചെന്നു, സുമിത്ര എടുത്തു, കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഭയങ്കര സ്നേഹം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും മുമ്പേ കണ്ടിട്ടുണ്ടോ എന്ന് ശീതൾ ചോദിച്ചു. അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പഠിപ്പിച്ചിരുന്നത് സ്വരമോളേന്ന്. അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കര ഒരു ഇത് ഇവർക്ക്. ഈ സമയത്ത് അനിരുദ്ധം അല്ലാതെ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പൊ ഒരച്ഛമ്മയും പേരക്കുട്ടിയും പോലെ തന്നെയായിരുന്നു ഞങ്ങളെന്നുള്ള കാര്യങ്ങൾ അന്നേരം നമ്മുടെ സുമിത്ര അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ സുമിത്ര അത് പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്നിട്ടും എന്റെ മോളെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നൊക്കെ സുമിത്ര ഇങ്ങനെ പറയാം. അപ്പൊ ചിലരെ എത്തിയില്ല, ചിലരെ കണ്ടില്ല അന്ന് പറഞ്ഞൊരു കഥയൊക്കെ പറയുക. എന്തായാലും ഒടുക്കം എല്ലാവരും ഒത്തുചേർന്നല്ലോ എന്ന് സരസ്വതിയമ്മ പറയുവാണേ. അപ്പോ ചിലരെ പറഞ്ഞു വിടുകയും ചെയ്തല്ലോ എന്ന് നമ്മുടെ ശീതൾ അന്നേരം പറഞ്ഞു. ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ പറഞ്ഞോളാവെന്ന് പറഞ്ഞ് സരസ്വതി അവിടുന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി. സരസ്വതി അവിടുന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോ മോളിതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയുകയാണ് സ്വരമോളോട് നമ്മുടെ സുമിത്ര. ഇനി ഞാൻ എൻ്റെ സ്വരമോളെ എങ്ങോട്ടും വിടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവര് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഇവര് നമ്മുടെ പൂജയും അതുപോലെ ഇങ്ങനെ വണ്ടിയിൽ പോരുക. ആ സമയത്ത് പൂജ ഭയങ്കര കരച്ചിലാട്ടോ. പങ്കജാണെങ്കിൽ ഇത് തൊട്ടരികിൽ ഇപ്പൊ എന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി അങ്ങ് നിർത്തി. എന്നിട്ട് സമാധാനിപ്പിക്കാം. പൂജ താനെന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു. പൂജ കരഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഈ സമയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പങ്കജും പുറത്തേക്ക് ഇറങ്ങി. വാവിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പൂജയെ സമാധാനിപ്പിക്കാൻ എങ്ങനെ വേണമെന്ന് പങ്കജിന് അറിയത്തില്ല.
പൂജ പൂജ നിന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇത്രയും കാലം സുമിത്ര ആന്റിയെ സ്വന്തം അമ്മയെ പോലെയും ആ കുടുംബത്തെ സ്വന്തം കുടുംബം പോലെയും ജീവിച്ച നിനക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കില്ല. പെട്ടെന്ന് നീ അവരുടെ ആരുമല്ലെന്ന് പറയുമ്പോൾ നീ തകർന്നു പോകുമെന്ന് എനിക്കറിയാം. ആ വീട്ടിൽ നിന്റെ സ്ഥാനം എന്താണെന്ന് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നായാലും നീ അവിടെ നിന്ന് ഇറങ്ങേണ്ടവളല്ലേ, നീ അവരുടെ ആരും അല്ലല്ലോ. ഇല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് അവർ നിന്നെ ഇറക്കി വിടും പൂജ എന്നൊക്കെ പങ്കജ് പറയുവാണ്. കാരണം നീ അവിടുത്തെ ആരും അല്ല, നീ അത് മനസ്സിലാക്കാൻ പറഞ്ഞു. നീ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ ആണ്, പക്ഷേ അമ്മയ്ക്ക് ഞാൻ ഒരിക്കലും അന്യയല്ല എന്ന് നമ്മുടെ പൂജ പറഞ്ഞു. അത് കേട്ടിങ്ങനെ നിൽക്കുക പങ്കജ. അമ്മ എന്നെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല എന്ന് നമ്മുടെ പൂജ പറയണം. ആരൊക്കെ എന്നെ അവിടെ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചാലും അമ്മ ഒരിക്കലും എന്നെ അവിടെ നിന്ന് ഇറക്കി വിടില്ല എന്നിങ്ങനെ പറയണം. അമ്മയ്ക്ക് അതിന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടങ്ങൾ പറയുക. അമ്മ എന്നെ ഒഴിവാക്കുന്നതിനെ പറ്റി ചിന്തിക്കില്ലെന്ന് പറഞ്ഞപ്പോ ശരി, സുമിത്ര ആന്റി നിന്റെ ഒപ്പം ഉണ്ടെന്ന് തന്നെ നീ കരുതിക്കോ. അതെ, സുമിത്ര ആന്റി വിളിച്ചിട്ട് നീ തിരികെ ചെന്നു എന്ന് തന്നെ കരുതുക. നിനക്ക് എത്ര കാലം അവിടെ താമസിക്കാനായിട്ട് പറ്റും എന്ന് ചോദിച്ചു. അധികം നാള് അതിനൊന്നും സാധിക്കില്ല പൂജ, അത് നീ മനസ്സിലാക്കണം. നിനക്ക് അവിടെ നിന്ന് ഇറങ്ങിയേ മതിയാകൂ, കാരണം അത് നിന്റെ വീടല്ല, അത് അനിവാര്യമായ കാര്യമാണെന്ന് പങ്കജ് പറയണു. സുമിത്ര ആന്റി ഇപ്പോ അവരുടെ മക്കളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവരവരുടെ മക്കളെ കണ്ടെത്തുകയും ചെയ്യും. അങ്ങനെ വരുമ്പോ സുമിത്ര ആന്റിക്കും നീയും അല്ലാതാകും. നീ വെറും ഒരു അന്യായി മാത്രമേ അവർക്കും തോന്നുകയുള്ളൂ. മക്കളെല്ലാവരും വരുമ്പോ സുമിത്ര ആന്റി അവരുടെ സന്തോഷത്തിലായിരിക്കില്ലേ, നിന്നെ ഒഴിവാക്കും. അപ്പൊ ഒരിക്കലും ഇല്ല പങ്കജ് എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ നിന്റെ വെറും വിശ്വാസം മാത്രമാണ് പൂജ. സുമിത്ര ആന്റിക്ക് നൊന്ത് പെറ്റ മക്കളോളം വലുതല്ല നീ അത് മനസ്സിലാക്കണം. സ്വന്തം മക്കളെക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവരുടെ മക്കൾ വന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴുള്ള അവരുടെ ആ സ്നേഹം കുറയും എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് പൂജ ഇങ്ങനെ ആകെ ഏതാ ശരി ഏതാ തെറ്റെന്ന് മനസ്സിലാകാത്ത ഇതിലിങ്ങനെ നിൽക്കുക. പങ്കജ് അപ്പോഴേക്കും ഒരു പരിധി വരെ വിജയം കണ്ടു എന്നുള്ളത്. അപ്പൊ എങ്ങനെയെങ്കിലും പിടിച്ചു കയറി ഇവളെ ഞങ്ങളുടെ വീട്ടിലെത്തിക്കണമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുക പങ്കജ്. പൂജ നീ കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ഞാൻ പറയുന്നത് നീ കേൾക്കാൻ പറഞ്ഞു. ദേ ഇനിയും നീ ആ വീട്ടില് നിൽക്കുന്നത് ശരിയല്ല, നീ നിൽക്കണ്ട. നീ അവിടുത്തെ താമസം മതിയാക്കി ഞങ്ങളുടെ വീട്ടിലേക്ക് വാ, ഞങ്ങളല്ലേ നിന്റെ ബന്ധുക്കള് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. നീ അവിടെ വന്നാൽ നിനക്ക് യാതൊരു കുറവും അവിടെ ഉണ്ടാകില്ല. എന്റെ മമ്മ നിന്നെ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. നീ വാ എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നു. നീ അവിടെ വന്ന് നിന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുക എന്റെ മമ്മി എന്നിങ്ങനെ പറയണം. പിന്നെ നീ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മമ്മിയുടെ മനപ്രയാസത്തിനും കുറവുണ്ടാകുമെന്നൊക്കെ പറയുമ്പോ ഇല്ല പങ്കജെന്ന് നമ്മുടെ പൂജയും തറപ്പിച്ച് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും എത്ര വിഷമം അനുഭവിച്ചാലും അങ്ങോട്ടേക്ക് ഞാൻ വരില്ല. എന്റെ അമ്മയെ വിട്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. അമ്മയെ ഉപേക്ഷിച്ച് ഞാൻ പങ്കജിന്റെ വീട്ടിൽ വന്ന് നിന്നാൽ അത് അമ്മയ്ക്ക് താങ്ങാനാവുന്ന കാര്യമല്ല എന്ന് നമ്മുടെ പൂജ പറയാം. അമ്മയ്ക്ക് അത് വലിയ വിഷമമാകുമെന്നും ഞാൻ വരില്ല, അതുകൊണ്ട് അത് വേണ്ട എന്ന് തറപ്പിച്ച് നമ്മുടെ പൂജ പറയുന്നു. ഞാനിപ്പോ അവിടുന്ന് നിന്റെ ഒപ്പം വന്നത് തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ അന്തരീക്ഷം ഒന്ന് തണുക്കട്ടെ എന്ന് കരുതിയിട്ടാണെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് പൂജ. പൂജ നീ ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറഞ്ഞു. നീ ഇപ്പൊ എന്റെ ഒപ്പം വീട്ടിലേക്ക് വന്നേ പറ്റൂ, എന്നിട്ട് അവിടെ ഇരുന്ന് ശാന്തമായി നീ ചിന്തിക്കാൻ പറഞ്ഞു. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ പൂജ ഒന്നും മിണ്ടുന്നില്ല. ഇനി നീ തിരിച്ചു പോകുന്നത് നല്ലതല്ലെന്ന് എന്റെ അഭിപ്രായം. അല്ല പങ്കജ്, അത് എന്തായാലും നടറോട്ടിൽ നിന്ന് ഇതൊന്നും തീരുമാനിക്കണ്ട, നീ വാ എന്നും പറഞ്ഞിട്ട് പൂജയെ നിർബന്ധിച്ച് വണ്ടിയിലേക്ക് വിളിച്ച് കയറ്റുക. അങ്ങനെ പൂജയും വണ്ടിയിൽ കയറി അവരങ്ങനെ പോണു. സമയം പിന്നെയും സുമിത്രയും സ്വരമോളെയാണ് കാണുന്നത്. ഇങ്ങനെ സ്വരമോള് സുമിത്രയെ തന്നെ നോക്കിയിരിക്കുക. അപ്പൊ എന്താ സ്വരമോൾ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു. ഇതെന്റെ ടീച്ചറമ്മ തന്നെയാണോ എന്ന് സ്വരമോള് ചോദിക്കുക കേട്ടോ. ഓ അതാണോ നോക്കിയെന്ന് ശീതൾ അന്നേരം ചോദിച്ചു. സംശയം തീർന്നില്ലല്ലേ എന്ന് ചോദിച്ചപ്പോ എന്ന് കൊച്ചു പറഞ്ഞു. അങ്ങനെ അവര് ആ ഒരു സ്നേഹത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ചാൽ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ അല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.